കഴിഞ്ഞ ദിവസം വിഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെടുക്കാനുള്ള ആളുകളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓക്കെ. അതെടുക്കുന്ന ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം. അവരത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിന്നെ വിളിക്കും. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നീ വേണം ചെയ്തു കൊടുക്കാൻ. ഓക്കെ? നിങ്ങൾ രണ്ടാളും എന്നെ ചേച്ചിയായി കാണുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളിപ്പോ ക്ഷേത്രത്തിലേക്ക് വരണം. ഇതെന്റെ തീരുമാനമാണ്. ശരി, ഞങ്ങൾ വരാൻ ചേച്ചി. അതെ, ഞങ്ങൾക്ക് ചേച്ചി സ്വന്തം ചേച്ചി തന്നെ. എങ്കിൽ രണ്ടാളും പോയി റെഡിയായിട്ട് വാ. നിങ്ങളിരിക്കെ, അവര് വന്നിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം. ആഹാ, മോള് ദുർഗയുടെയും കിരണിന്റെയും കൂടെ ഇരുന്ന അമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? എന്റെ കൂടെ പിന്നെ ആരാ ഉള്ളത്? മുത്തശ്ശിയോ? എന്നാലും മോള് അമ്മയുടെ കൂടെ ഇരിക്കുന്നതല്ലേ നല്ലത്. അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നോട്ടെ. അമ്പലത്തിലേക്കല്ലേ പോകുന്നേ, ഹണിമൂൺ ട്രിപ്പ് ഒന്നും അല്ലല്ലോ. ധ്വനിമോൾ അവരുടെ കൂടെ ഇരുന്നോട്ടെ. കുഞ്ഞിന്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ധ്വനിമോള് വണ്ടിയിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നോട്ടെ ചേച്ചി. നളിനിയമ്മ എവിടെ? കാണുന്നില്ലല്ലോ. ഞാൻ ഇതാ വരുന്നു. ആ, പോവാം. എല്ലാരും ഇറങ്ങിയല്ലോ അല്ലേ? ഞാൻ ഡോർ നോക്കിയിട്ട് ഇറങ്ങാ തോന്നെ. പോവാം. എന്താ ചേച്ചി ലേറ്റ് ആയത്? സാധാരണ ക്ഷേത്രത്തിൽ പോകാൻ ആദ്യം ഇറങ്ങുന്നത് ചേച്ചി ആയിരിക്കുമല്ലോ. മുട്ടുവേദനയ്ക്ക് കഴിക്കുന്നൊരു ഗുളിയുണ്ട്, അത് കാണാതെ പോയി. ഞാനത് നോക്കായിരുന്നു. വണ്ടിക്കകത്ത് കുഴമ്പ് തേച്ചിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 1-2 മണിക്കൂർ ഒരേ ഇരിപ്പ് ഇരിക്കുമ്പോ എന്തായാലും വേദന കൂടും. ഗുളിക നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങാറുന്നല്ലോ. വെറുതെ തപ്പാൻ നിൽക്കണ്ടായിരുന്നു. തപ്പിട്ടും കിട്ടിയില്ല. ഇനി പോണ വഴിക്ക് വാങ്ങാം. കിരണും ദുർഗയും കേറ്. വാ. നിങ്ങൾ കേറ്. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. പെട്ടെന്ന് പറഞ്ഞേ, ഓൾറെഡി ലേറ്റ്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്ത് കാര്യം പ്ലാൻ ചെയ്താലും പ്രത്യേക കോള് വരും. ഇതുപോലെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങാൻ ചെയ്യും. അത്രയും നേരം കാത്തു നിന്ന് നമ്മളൊക്കെ മണ്ടന്മാരും ആവും. തിരക്കുള്ളവർ അങ്ങനെ ആശിതേ. നിങ്ങൾ വന്ന് കേറൂ. വാ മോള് വാ. വാ വാ. ഹലോ, കഴിഞ്ഞ ദിവസം വിഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെടുക്കാനുള്ള ആളുകളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓക്കെ. അതെടുക്കുന്ന ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം. അവരത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിന്നെ വിളിക്കും. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നീ വേണം ചെയ്തു കൊടുക്കാൻ. ഓക്കെ? ഞാൻ ഇന്ന് ഫാമിലിയുടെ കൂടെ ഒരു യാത്രയില്ല. ഇന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം. നീ ഇപ്പോ ഈ ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. നിന്നെ മൊത്തത്തിലങ്ങ് ഒഴിവാക്കിയാലോ എന്ന് ഞാനിപ്പോ ചിന്തിക്കുന്നത്. അയ്യോ, അതല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ കൂടുതൽ ഉദ്ദേശിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ യാത്രയ്ക്ക് നടന്നാൽ അത് നിന്റെ അവസാന യാത്രയായിരിക്കും. ഇല്ല, ഞാൻ നോക്കിക്കോളാം. ഞാൻ എല്ലാം ചെയ്തോളാം. അങ്ങനെ വഴിക്ക് വാ. മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാം. അപ്പൊ ശരി. ശരി. ഒന്ന് വേഗം വാ പൃഥ്വി. ആ, ഒരിടത്തും സമയത്തിന് ഇറങ്ങത്തില്ല. വേഗം വന്ന് കയറ്. വരുന്നു.
ഇതാ ഞങ്ങളുടെ കുടുംബക്ഷേത്രം. നല്ല ഐശ്വര്യമുണ്ട്. ഇവിടുത്തെ വിഗ്രഹത്തിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്നാ ദേവട്ടൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. നാഗലോകത്തു നിന്നുള്ള ഏതോ ലോഹക്കൂട്ട് ചേർത്ത ഈ വിഗ്രഹം ഉണ്ടാക്കിയതെന്നാ പറയപ്പെടുന്നത്. ഈ രീതിയിലുള്ള വിഗ്രഹങ്ങൾ വേറെയുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ആ എല്ലാരും എത്തിയല്ലോ. വിചാരിച്ചാലും കുറച്ച് താമസിച്ചു പോയി. അത് സാരമില്ല, ചടങ്ങിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ. ശരി. കിരണിന്റെ കുടുംബദേവതയാ, നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കണം. പരദേവതയുടെ അനുഗ്രഹം കിട്ടിയാ ആഗ്രഹിക്കുന്ന എല്ലാം ഉറപ്പായി സ്വന്തമാകുമെന്നാ പറയുന്നത്. എന്നാ താനും വാ, നമുക്ക് പ്രാർത്ഥിക്കാം. പൃഥ്വി, ആ വാ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. ആ ശരി. പൂർണിമേ, നീയും വാ. എടോ ഒരു മിനിറ്റ്. തൊഴുതിട്ട് പോവാം പൃഥ്വി. എടോ ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതാരാ പൃഥ്വി നിന്നെ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുന്നേ? ആരാശയത്? ഇവന്റെ കാര്യം ആ, അമ്പലത്തിൽ വന്നത്. ആർക്കറിയാം? വാ. അമ്മേ ദേവി അനുഗ്രഹിക്കണേ. ദുർഗ എനിക്ക് എന്നെ യഥാർത്ഥ ഭാര്യയെ നൽകണേ. ദുർഗയുടെ സങ്കടങ്ങളെല്ലാം മാറണേ ദേവി. അമ്മേ മഹാമായി, കിരണിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണേ. എന്റെ അമ്മയെ ഇല്ലാതാക്കിയ മേനോനെയും കൂട്ടരെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കണേ.